സർ, ആർഎസ്എസ് നേതാവ് മോഹൻ ഭാഗവത് കേരളത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ വൈസ് ചാൻസലർമാരുടെ സാന്നിധ്യം. ആ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള UDF സർക്കാരിലെ മന്ത്രിമാർ, നേതാക്കളൊക്കെ. അപ്പോൾ ഈ രീതിയിലേക്ക് ചോദ്യം ചെയ്യാൻ മാത്രം എന്തായിരിക്കാം അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക? ഏതെങ്കിലും രീതിയിൽ ആ വേദിയിലേക്ക് ഒരു ക്ഷണനം അവർക്ക് ലഭിക്കാത്തതിലുള്ള നീരസമാണോ ഈ തുറന്നുകാട്ടുന്നത്? ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് ഇവിടെ പ്രതികരിക്കാത്ത സൈലന്റ് ആയിരിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കൂട്ടം കൂടി കുത്തുന്ന ഒരു ഇതുണ്ടല്ലോ, അത് സ്ഥിരമായി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും വിക്രിയകളായിട്ട് ഇതിന് കാണാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ RSS എന്താണെന്ന് സതീശന് അറിയില്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല. ഇതുമാതിരി തന്നെ ഈ സതീശനും രമേശനും പറഞ്ഞ പോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി, അതായത് റോജി M. ജോണും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രതികരിച്ചത് ഈ മീറ്റിങ്ങിന് പോയ VC-മാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. എന്ത് ചെയ്യാനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവര് ഒരു അതായത് ഈ RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയേ അല്ല. ഈ RSSന്റെ സിദ്ധാന്തം എന്താണെന്ന് ഈ പറയുന്ന ആർക്കും തന്നെ അറിയില്ല. RSS എന്ന് പറഞ്ഞാൽ വിശ്വ ഹിന്ദു രാജ്യം, ദേശഭക്തി. ഈ വിശ്വ ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞാൽ, വിശ്വ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഉൾപ്പെട്ടതാണ്. അത് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ ഇതിലെ ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്ത ആളാണ്. അവിടെ ഈ തിരുവനന്തപുരത്തെ പരിപാടി കഴിഞ്ഞ് ഇന്നലെ തൃശ്ശൂരുണ്ടായ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുത്തതാണ്. ആ പ്രോഗ്രാമില് ഈ തിരുവനന്തപുരത്തെ ഈ VC-മാരെ വർഗീയത പറഞ്ഞുകൊണ്ട് ഈ സതീശനും രമേശനും ഒക്കെ തുറന്നടിച്ച് സംസാരിച്ചത് കേട്ടപ്പോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായി. അത് തൃശ്ശൂര് വെച്ച് ഞാൻ തീർക്കണമെന്ന് വിചാരിച്ച് ചില ചോദ്യാവലികളൊക്കെ ആയിട്ടാണ് അവിടെ ചെന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് കയറുമ്പോ തന്നെ നമ്മുടെ പഴയ IPS ജേക്കബ് തോമസ് വന്ന് ഷെയ്ക്കൻഡ് തന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അമല മെഡിക്കൽ കോളേജിലെ ചില ഫാദർമാർ അവിടെ വന്ന് ഷെയ്ക്കൻഡ് തന്നു. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ചില ഫാദർമാരും വേറെയും കുറെ ക്രിസ്ത്യാനികളായ പ്രമുഖര് വന്ന് കൈയൊക്കെ ഞങ്ങൾ സംസാരിച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ തൃശ്ശൂർ ടൗണിലെ പല പ്രമുഖരായ മുസ്ലിം വ്യക്തികളും വന്ന് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു നിന്നു. അപ്പൊ അവിടെ ആ ഒരു സാംസ്കാരിക പരിപാടിക്ക് എല്ലാ മതത്തിലുള്ളവരും ഒത്തുകൂടിയിട്ട് തന്നെയാണ് അത് നടത്തിയത്. അതിൽ പ്രമുഖരുണ്ട്, ഇതുമാതിരി വൈസ് ചാൻസലർ പോസ്റ്റുകളിൽ ഇരിക്കുന്ന വലിയ ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് സ്വയം സേവകരുടെ പരിപാടിയേ അല്ല. അതായത് രാഷ്ട്രീയ സ്വയം സേവകനായി സ്ഥിരം പ്രവർത്തിക്കുന്നവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. അതിനോട് കൂറു പുലർത്തുന്ന, ദേശത്തിനോട് കൂറു പുലർത്തുന്ന എല്ലാ മതക്കാരും ചേർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു വലിയ ഒരു സാംസ്കാരിക പരിപാടിയാണ് ഇത്. ഇന്ത്യയിലെ ഡൽഹി, മഹാരാഷ്ട്ര, കൽക്കത്ത, ബാംഗ്ലൂർ, പിന്നെ ചെന്നൈ, ഇങ്ങനെ 4-5 സ്ഥലത്ത് നടത്തിയിട്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഇത് സംഘടിപ്പിച്ചു. അതും ഈ RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാമൂഹ്യ പരിപാടിയാണിത്. ആ പരിപാടിയിലാണ് തിരുവനന്തപുരത്ത് ഈ VC-മാരെ അവരെ ക്ഷണിച്ചപ്പോൾ അവരതിൽ പങ്കെടുത്തു. ഇത് അവര് മാത്രല്ല, പല പോലീസ് ഉദ്യോഗസ്ഥന്മാര്, SP-മാര്, DGP-മാര് ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ഇന്നലെ തൃശ്ശൂരും ഉണ്ടായിരുന്നു. അപ്പോ എന്തിനാണ് സതീശനും രമേശനും? ആദ്യം സതീശനൊരു വെടി പൊട്ടിക്കുന്നു, അപ്പൊ അത് രമേശന് പേടിയായി, അത് വലിയ വെടിയാവുമോ? അപ്പൊ അതിന്റെ മുകളിൽ അതിലും വലിയ വെടി രമേശൻ പൊട്ടിക്കുന്നു. സത്യത്തിൽ ഇവിടെ എന്തിനാണ് ഈ വർഗീയത ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത്? RSS വർഗീയ പാർട്ടിയാണോ? RSS എവിടെയെങ്കിലും വർഗീയത കളിച്ചിട്ടുണ്ടോ? ഇവരത് തെളിയിക്കട്ടെ. ഇവരെന്തിനാണ് ഈ നുണ പറയുന്നത്? RSSന്റെ പ്രചാരകർ ഇന്നലെ അവിടെ ഒരു 1.5 മണിക്കൂർ നേരം ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ ഫാദർമാരും ക്രിസ്ത്യാനികളും
മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചിരുന്ന് കേട്ടു. വിശ്വ ഹിന്ദു ദേശം, അതായത് ദേശഭക്തി, ദേശത്തിന്റെ സുരക്ഷ, ഇതൊക്കെയാണ് RSSന്റെ ചുമതല. ഇവിടെ വർഗീയത പറയാനോ ഒരു വർഗത്തെ ഉപദ്രവിക്കാനോ RSS ഇന്നേ വരെ ശ്രമിച്ചതായിട്ട് റെക്കോർഡുകൾ പോലുമില്ല. പിന്നെ ഇവിടെ വോട്ട് പിടിക്കാനായി RSSനെ പേടിച്ചിട്ട് ഇവന്മാർ നടത്തുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പറഞ്ഞു പരത്തുന്ന ഈ പച്ച നുണയുണ്ടല്ലോ, അത് വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെ RSS അല്ലെങ്കിലും സ്വയം സേവകൻ അല്ലെങ്കിലും BJP അല്ലെങ്കിലും ഇന്നലെ വന്ന ഇവിടത്തെ കേരളത്തിലെ എല്ലാ മതത്തിലെ ജനങ്ങളും അവിടെ അത് കേട്ടതാണ്. ഇത് ഓപ്പൺ ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഇവന്മാർക്ക് ഒരു പാഠം പഠിപ്പിക്കണം. കാലാകാലമായിട്ട് കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന ഈ പച്ച നുണ പറഞ്ഞിട്ടുള്ള ഈ കളിയുണ്ടല്ലോ, ഇത് ഇനിയും നിർത്തിയില്ലെങ്കിൽ ഇവർ ഈ നാട് കുട്ടിച്ചുറാക്കും. ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ കളിക്കുന്ന കളി. എന്നാൽ ഞാൻ ഇവരോടൊരു കാര്യം ചോദിക്കട്ടെ, ഇവന്മാര് ഈ വർഗീയ പാർട്ടികളായ ഇവിടത്തെ പല പ്രസ്ഥാനങ്ങളുടെയും മീറ്റിങ്ങുകളിൽ ഇവർ പോകാറുണ്ടല്ലോ തലയിൽ തോർത്തു വിട്ടിട്ട്. അപ്പൊ അതിനൊന്നും അവർക്കൊരു പ്രശ്നമില്ല. എന്ന് പറയുന്നു, ഹിന്ദുക്കൾ കഴിഞ്ഞ വർഷം ഒരു കുംഭമേള നടത്തി, ഓർക്കുന്നുണ്ടല്ലോ. ആ കുംഭമേളയില് ഇവരിൽ ആരെങ്കിലും പോയോ? അവിടെ ഒന്ന് പോയി തൊഴാൻ അവർക്ക് തോന്നിയോ? ഇവന്മാര് ആ സമയത്ത് AP മുസ്ലിയാരുടെയും അല്ലെങ്കിൽ മറ്റേ വേറെ ഒരു ക്രിസ്ത്യൻ ഇതിന്റെ പരിപാടിയിലൊക്കെ പോയി തല കുമ്പിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ എന്തിനാണ് അവിടെ ഒരു പരിപാടി നടക്കുന്നു, അത് നുണ പറഞ്ഞ് പേടിച്ചിട്ട് എന്തിനാണ് ഈ വേണ്ടാത്തത് വിളിച്ചു പറയുന്നത്? ആരെ ബോധിപ്പിക്കാനാണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടാണ് പോകുന്നത്. നിങ്ങൾ കുറെ കാലമായി ഇവിടെ നുണ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഭരണത്തിൽ കയറിയതിന് ശേഷം ഇപ്പൊ 2 ആള് ആൾറെഡി രാജിവെച്ചു. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ മുഖം മറയ്ക്കുക, അല്ലെങ്കിൽ ആ ഭാഷ ഇല്ലാതെയാക്കുക, ആ വിഷയം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ഇറക്കുന്ന ചില സൂത്രപ്പണിയായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണാം. അല്ലെങ്കിൽ ഇതേ സതീശൻ തന്നെ ഇതേ RSSന്റെ പരിപാടിയിൽ ഇതേ മാതിരത്തിലുള്ള ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്ത വീഡിയോയും ഫോട്ടോയും ഇപ്പോഴും കിട്ടും. അന്ന് സതീശന് ഇത് തോന്നിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മന്ത്രിസഭയുടെ ചില പ്രശ്നങ്ങൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുക. ഇവർ രണ്ടാളും ഒരു കാര്യം ഓർത്താൽ മതി, രാഷ്ട്രീയ സ്വയം സേവക് എന്താണെന്ന് പഠിക്കുക. അത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, അതിൽ മതമില്ല, എല്ലാവരും വിശ്വ ഹിന്ദുക്കളാണ്. അതിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഈ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നം കൂടുതൽ വഷളായി നിൽക്കുന്നുള്ളൂ. UPയിലും കർണാടകത്തിലും ബീഹാറിലും ഗുജറാത്തിലും ഡൽഹിയിലും ഒക്കെ പോയാൽ അവിടെ BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടിയിട്ടാണ് എന്നുകൂടി ഇവർ ഓർക്കുക. ഇനി ഇവരുടെ കാഴ്ചപ്പാടിലേക്ക് ഞാൻ പറയുകയാണ്. ഇന്ത്യയിലെ 83, ഇത് ശ്രദ്ധിച്ചു കേട്ടോളണം, 83 പാർലമെന്റ് സീറ്റുകൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള വോട്ടുകളുള്ള മണ്ഡലങ്ങളാണ്. നമ്മുടെ വയനാട് മണ്ഡലം കേരളത്തിലുള്ള മാതിരി ആ വയനാട്ടിലാണ് ഇത്രയും മുസ്ലിം വോട്ടിന്റെ ഉറപ്പുള്ള കാരണമാണല്ലോ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ആ കേരളത്തിലെ മുസ്ലിമിനെ വിശ്വാസമുള്ളൂ. UPയിലെ മുസ്ലിമിനെയോ ബീഹാറിലെ മുസ്ലിമിനെയോ ഗുജറാത്തിലെ മുസ്ലിമിനെയോ കർണാടകയിലെ മുസ്ലിമിനെയോ ഡൽഹിയിലെ മുസ്ലിമിനെ അവർക്ക് വിശ്വാസമില്ല. അവിടെയും മുസ്ലിം ഓറിയന്റഡ് പാർലമെന്റ് സീറ്റുകൾ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നിൽക്കാതെ കേരളത്തിൽ വന്ന് നിൽക്കും. അതെന്താ? കേരളത്തിൽ വിഷം കുത്തിവെച്ച സതീശന്മാരും രമേശന്മാരും റെഡിയാക്കി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റില് ആ കളി നടക്കില്ല. അപ്പോ ഈ 83 മുസ്ലിം ഓറിയന്റഡ് പാർലമെന്റ് സീറ്റിലെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അതില് 69-70 സീറ്റും BJP സ്ഥാനാർത്ഥികളെ ജയിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ വർഗീയത പറഞ്ഞ് ഇനിയും കേരളത്തിൽ അധികകാലം ആ അരി വേവുമെന്ന് നിങ്ങൾ കണക്കാക്കണ്ട. എന്തായാലും എന്തിനാണ് ഇത്രയേറെ രോക്ഷം കൊള്ളുന്നത്? മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുത്തതിനാലാണോ, അതോ മറ്റേതെങ്കിലും രീതിയിൽ RSSO അല്ലെങ്കിൽ BJPയോ നടത്തുന്ന പരിപാടികൾ ഏത് വിധേനയും തകർക്കണം എന്ന ഗൂഢലക്ഷ്യത്തോടെയാണോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഈ രീതിയിൽ VC-മാർ പങ്കെടുത്തു എന്നത് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ ഇതിനു മുൻപും ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും RSS നടത്തിയ പല പരിപാടികളിലും വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്, മറ്റുദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട്.
പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത തക്കവണ്ണം എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രോക്ഷം കൊള്ളുന്നത്? വ്യക്തമാണ്. താങ്ക് യു, സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.